അത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ്, യു ഡി എഫിന്റെ കോട്ടയാണ്. ആ കോട്ട യു ഡി എഫ് ഇപ്പോൾ 28,062 വോട്ടുകൾ, എൻ ഡി എ 26,637 വോട്ടുകൾ, എൽ ഡി എഫ് 15,146. വ്യത്യാസം 1425. രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിലേക്ക് കടന്നതിന് ശേഷം 1425 നിൽക്കുന്നു. 1425 എത്തിയിട്ടുണ്ട്. ചെറിയ കണക്കല്ല, അത് പിരായിരിയിലേക്ക് കടക്കുമ്പോഴാണ്. പിരായിരിയിൽ 6000 സംതിങ് അല്ലേ കഴിഞ്ഞ ലീഡ്. ഇതുവരെ ത്രികോണ മത്സരത്തിന്റെ ഒരു സൂചനകളുമില്ല. നിലവിൽ പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിൽ നില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലല്ലോ ത്രികോണ മത്സരം എന്ന് എത്ര പോൾ ചെയ്ത വോട്ട്? മൊത്തം പോൾ ചെയ്ത് 1,37,000. 1,37,000. അപ്പൊ ഇപ്പം 50, 60, 68, 69,000 വോട്ട് എണ്ണി കഴിഞ്ഞു. ഏകദേശം പാതി, ഏകദേശം പാതി. 62,000 വോട്ട് വരുന്ന ഈ 3 പഞ്ചായത്ത്. അതെ, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ എൻ ഡി എയുടെ വോട്ട് ക്രമാനുഗതമായി കുറയും, പകരം എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ട് കൂടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് കൂടും. അതെ, എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ. വയനാട്ടിലെ കഥ നോക്കിയാൽ വയനാട്ടിൽ എൽ ഡി എഫിന്റെ വോട്ടെന്ന് നോക്കണം കേട്ടോ. വയനാട് 1 ലക്ഷം പോലും എൽ ഡി എഫിന് തികയ്ക്കാൻ സാധിച്ചിട്ടില്ല. മൊത്തം വോട്ട് വയനാട്ടിൽ 1 ലക്ഷം പോലും എൽ ഡി എഫിന്. വയനാട്ടിലെ കണക്കൊന്ന് പറയാമോ? വയനാട്ടിലെ എൽ ഡി എഫിന് 1 ലക്ഷം വോട്ടുകൾ പോലും ഇതുവരെയും തികയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആയോ? 1,08,000 വോട്ടുകൾ മാത്രമാണ് മൊത്തം കിട്ടിയിരിക്കുന്നത്. അതാണ്